നാളെ മെയ് 4 കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നൊരു ദിവസമാണ് നാളെ. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും വ്യക്തികളും ഒക്കെ ഉറ്റുനോക്കുന്നൊരു ദിവസമാണ് നാളെ. വളരെയധികം പ്രാധാന്യമുണ്ട്. ഓഫ് കോഴ്സ് അടുത്ത 5 വർഷം കേരളം ആര് ഭരിക്കും, അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ആര് ഭരിക്കും എന്ന് നിർണായകമായിട്ടുള്ളൊരു വിധി വരുന്ന ഒരു ദിവസമാണ് നാളെ. വളരെ നല്ലൊരു കാര്യമാണ്. ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ജീവിക്കുമ്പോൾ, ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്, കൊടുക്കേണ്ടതുമാണ്. 100% യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഏത് പാർട്ടി ജയിച്ചു കഴിഞ്ഞാലും കേരളത്തിലെ ജനങ്ങളെ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ജനാധിപത്യപരമായിട്ട് നിയമങ്ങൾ നടപ്പിലാക്കാനും നല്ല നല്ല പ്രവൃത്തികളും നല്ല നല്ല വികസനങ്ങളും കൊണ്ടുവരാനും മാക്സിമം എത്രത്തോളം പറ്റുന്നു അത്രത്തോളം വർഗീയതയില്ലാതെ കൂടുതലും വികസനത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പാർട്ടിയും ഒരു ജനതയും നയിക്കാനുള്ള ഒരു കപ്പാസിറ്റിയും ഇനി വരുന്ന ഒരു ഗവൺമെന്റിന് ഉണ്ടാവണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതോടൊപ്പം തന്നെ കൂടുതലായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പാർട്ടി ജയിച്ചാലും മാന്യമായിട്ടുള്ള പ്രകടനങ്ങളും വിവേകത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പല വർഷങ്ങളായിട്ട് കണ്ടുവരുന്നൊരു പ്രവണതയാണ് തോറ്റു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യക്തിഹത്യ ചെയ്യുന്ന പരിപാടികൾ. അത് വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയാണ്, വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഇത്രയും അധികം പ്രബുദ്ധരായിട്ടുള്ള, ഇത്രയധികം നോളജബിൾ ആയിട്ടുള്ള കേരളത്തിലെ വ്യക്തികൾ ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ മാറ്റിപ്പിടിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലും ഒരു വോട്ടവകാശമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്.